നമ്മൾ ശിംശോനെ നോക്കിക്കേ. മനോവായോട് ദൈവം പറഞ്ഞത്, ഇതാ നിനക്ക് കുഞ്ഞുങ്ങളില്ല, കുഞ്ഞുണ്ടാകാൻ പോവാണ്, ദൈവം തരാൻ പോവാണ്, അതുകൊണ്ട് കുടിക്കരുത്, അന്യായമായിട്ടൊന്നും കഴിക്കരുത്, എൻ്റെ കുഞ്ഞ് ദൈവത്തിൻ്റെ കുഞ്ഞായി വളരണം. പ്രിയമുള്ളവരെ, ആ കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെ ആ അപ്പനും അമ്മയും വിശുദ്ധി പാലിച്ചു ജീവിച്ചു. കുഞ്ഞിൻ്റെ അഭിഷേകത്തിന് വേണ്ടി വിശുദ്ധി പാലിച്ച് ജീവിച്ചു. എന്ന് മാത്രമല്ല, ആ കുഞ്ഞ് വളർന്ന് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ നാസീർ വ്രതക്കാരനായി, ഒരു വ്രതക്കാരനായി, ഒരു സന്യാസിയായി ഇതാ ദൈവത്തിന് വേണ്ടി അവൻ ശുശ്രൂഷ ചെയ്തു. ഉടമ്പടിക്കാരനായി. നിങ്ങൾ ചെയ്യുമോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നേഴ്സിങ് 5 പ്രാവശ്യം എഴുതി പാസ്സായി നിങ്ങളുടെ കൊച്ച്, നിങ്ങൾ നേരുവോ? എൻ്റെ കൊച്ച് നേഴ്സിങ് ഒറ്റയടിക്ക് പാസ്സായാൽ 1 വർഷത്തേന് ഇതാ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ 1 വർഷത്തേന് ഫ്രീ സർവീസ് ചെയ്യാൻ എൻ്റെ കൊച്ചിനെ ഞാൻ കൊടുക്കും. പറയുമോ നിങ്ങൾ? നമ്മൾ പറയും, നോക്കട്ടെ തിരുമേനി, നമ്മളതേ പറയത്തുള്ളൂ. നമുക്കതിനുള്ള ആർജവയില്ല. പറയുള്ളൂ, ആർജവയില്ല. നമ്മൾ ആർജവയില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, ഇതാണ് നന്ദി പറയുക എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഴയ നിയമത്തിൽ എത്രയോ പേരെ നമുക്ക് എടുത്തു നോക്കാനായിട്ടുണ്ട്. ഇഷ്ടംപോലെ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും പഴയ നിയമത്തിൽ. യോഹന്നാൻ സ്നാപകനെ നോക്കി, മക്കളില്ലാതെ സ്കറിയ പുരോഹിതന് ഉണ്ടായ കൊച്ച്, എലിസബത്തിനുണ്ടായ കുഞ്ഞ്, ഇതാ 90 വയസ്സായി എലിസബത്ത് ഗർഭിണിയായി. കൊച്ചുണ്ടായപ്പോൾ പ്രിയമുള്ളവരെ, ഒരു ബിസിനസ്സിൻ്റെ പരിപാടിക്ക് വിടാമെന്ന് വിചാരിച്ചില്ല. അവനെ ആരാക്കി തീർത്ത്? ദൈവം അവനെക്കുറിച്ച് എന്ത് ആഗ്രഹിച്ചോ അതാക്കി തീർത്തു. യോഹന്നാൻ സ്നാപകൻ നാസീർ വ്രതക്കാരനായിരുന്നു. നല്ല ഒന്നാം തരം സൂപ്പർ വീഞ്ഞ് കിട്ടുന്ന കാലഘട്ടത്തിൽ, അനേകം വർഷങ്ങളുടെ പഴക്കമുള്ള വീഞ്ഞുകളൊക്കെ രുചി മാറി പരീക്ഷിക്കാൻ അവസരങ്ങളുള്ള കാലഘട്ടത്തിൽ യോഹന്നാൻ സ്നാപകൻ വീഞ്ഞോ ലഹരി പാനീയമോ കുടിക്കാത്ത ഒരു കുഞ്ഞായി വളർന്നു. അവൻ ദൈവത്തിൻ്റെ പ്രവാചകനാകാൻ ആ മാതാപിതാക്കന്മാർ അനുവദിച്ചു. അല്ലെങ്കിൽ അവൻ പറയും, ഞാൻ സന്യാസിയാകാണ്, ഞാൻ മരുഭൂമിയിലേക്ക് പോകാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഉടനെ എടാ, ഒരു സുന്ദരി പെണ്ണുണ്ട്, 25 ലക്ഷം രൂപയും കിട്ടും, നീ നോക്ക്. പണ്ടൊരു പെങ്കൊച്ച് ഇവിടെ സ്ഥിരമായിട്ട് ധ്യാനത്തിന്, ഒരു പാവപ്പെട്ട പെങ്കൊച്ചാണ്, സ്ഥിരമായി ധ്യാനത്തിനും. അങ്ങനെ ധ്യാനപ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ആരാണ്ട് അച്ഛന്മാരാ അൽഫോൻസാമയുടെ പുസ്തകം കൊടുത്തു വിട്ടത്, വായിച്ചോളാൻ പറഞ്ഞു. ഇവിടെ ആരാണ്ട് ഒരു കെട്ട് പുസ്തകം വിശുദ്ധന്മാരുടെ കൊണ്ടെത്തത്, ആർക്കെങ്കിലും കൊടുത്തേക്കാം. ഞാനിങ്ങനെ ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കുക. പ്രിയമുള്ള ഒരു പെങ്കൊച്ചിന് ഇത് കൊടുത്തു. ഈ പെണ്ണ് ഇതും മേടിച്ചുകൊണ്ട് വീട്ടിൽ പോയി വായനയെല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, പെണ്ണ് എപ്പോഴും മുറിക്കാതിരിപ്പാണ്, പ്രാർത്ഥനയാണ്. അൽഫോൻസാമ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥനയാണ്. അപ്പോഴാണ് അതുവരെ ഈ പിശക്കനായ അപ്പൻ മകൾ പല ആവശ്യങ്ങളും ചോദിച്ചാൽ ഒരു സാധനം മേടിച്ചു കൊടുക്കുക. അങ്ങനെ മകൾക്ക് ആന്തരിക മുറിവായിട്ടിരിക്കുകയാണ്. അപ്പൻ ഒന്നും ചോദിച്ചാൽ തരികയില്ല എന്നുള്ള മനപ്രയാസത്തിൽ പെണ്ണിരിക്കുകയാണ്. അപ്പോഴാണ് പെണ്ണ് പറഞ്ഞു, ഇനി എനിക്ക് ഒന്നും വേണ്ട, ദൈവം എനിക്കെല്ലാം തരും. അപ്പോൾ പെണ്ണിൻ്റെ ടോണൊക്കെ മാറുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല ശാന്തമായ ടോണിലാണ് പെണ്ണ് സംസാരിക്കുന്നത്. അപ്പം ചോദിച്ചു, നിനക്ക് എന്നാ പറ്റി? ഉടനെ പറഞ്ഞു, ഞാൻ ഇന്നാളൊരു പുസ്തകം വായിച്ചു, അൽഫോൻസാമയുടെ പുസ്തകം. അതുകൊണ്ട് അൽഫോൻസാമയെ പോലെ ഞാനും സന്യാസിനിയായി ജീവിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പുള്ളി അന്നേരം തന്നെ പ്രിയമുള്ളവരെ ആ പോക്കറ്റിൽ നിന്ന് കതറിൻ്റെ മേഖലയിൽ നിന്ന് വായി അങ്ങോട്ട് എടുത്തേച്ച് പേഴ്സ് എടുത്തേച്ച് ഒരു 5000 രൂപ കൊടുത്തു. എടി, നീ ഈയിടെ എങ്ങാണ്ട് ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഞാൻ ആ പൈസ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി, ഇത് ഇങ്ങോട്ട് പിടിക്കാൻ പറഞ്ഞു. നീ മോന്ത പോയി ഒരയ്ക്കുകയോ തേക്കുകയോ എന്നാ ചെയ്തേച്ച് വരാൻ പറഞ്ഞു. കാശ് കിട്ടാത്ത പാതിക്ക് അവൾ നേരെ ഒരൊറ്റ പിടിയിൽ തിരിച്ചു വന്നപ്പം പിരിയോ ഇല്ല, പിന്നെ മോന്തയിലുണ്ടായിരുന്ന പലതും ഇല്ല. അപ്പന് ഭയങ്കര സന്തോഷമായി. അപ്പം തന്നെ ഇതെന്നോട് പറഞ്ഞു, അത് ആ അപ്പം തന്നെ എന്നോട് പറഞ്ഞു. അവൾ പറയുകയും ഞാൻ അന്നേരം 5000 പോയ 5000 പോട്ടെ, പക്ഷേ ഒരു സമർപ്പണ ജീവിതം എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്ന സംഭവമല്ല ഞങ്ങളുടെ കുടുംബത്തിൽ. ഇതാണ് ഇന്ന് മനുഷ്യർ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പഠിച്ചു ആരെ കളിപ്പിക്കാൻ? ദൈവത്തെ പോലും കളിപ്പിക്കാൻ പഠിച്ചവരാണ് നമ്മൾ.
ദൈവത്തെ പോലും കബളിപ്പിക്കാൻ പഠിച്ചവരാ നമ്മൾ. അതുകൊണ്ടാണ് ഇതാ വിശുദ്ധമായ ദൈവവിളികൾ ഇല്ലാതാകുന്നത്. പ്രിയമുള്ളവർ, അനേകം വിശുദ്ധ ജീവിതം നയിക്കേണ്ട കുഞ്ഞുങ്ങളുടെ ദൈവവിളികളെ മാതാപിതാക്കന്മാരാണ് ഇല്ലാതാക്കിയത്. ഈ കാലഘട്ടത്തിലെ മാതാപിതാക്കന്മാരുടെ ഇതാ പരിശുദ്ധാത്മാവില്ലാത്ത ഇടുങ്ങിയ മനസ്സാണ് അനേകം വിശുദ്ധരായി തീരേണ്ട ദൈവിക കൃപയുള്ള കുഞ്ഞുങ്ങളുടെ ദൈവവിളിയെ തടഞ്ഞത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഓർക്കുക, യോഹന്നാൻ സ്നാപകൻ, ഇതാ ഈ ലോകത്തിന് യോഹന്നാൻ സ്നാപകനെ കിട്ടിയത് മാതാപിതാക്കന്മാർ ഇതാ സ്നേഹത്തിൻ്റെ നന്മകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നന്ദി പറഞ്ഞതിൻ്റെ അനന്തരഫലം. നന്ദിയോടെ ദൈവത്തിന് എടുത്തു കൊടുത്ത് ഒറ്റ കുഞ്ഞിനെ 90-ാമത്തെ വയസ്സിൽ ഉണ്ടായതിനെ ദൈവത്തിന് വേണ്ടി എടുത്തു കൊടുത്തു. പ്രിയമുള്ളവരെ, നല്ല പ്രായത്തിൽ കഴുത്ത് മുറിക്കപ്പെട്ട് മരിക്കുകയും ചെയ്തു. ആർജവമുള്ളൊരു കുഞ്ഞിനെ ഈ ലോകത്തിന് കിട്ടിയത് അത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരു മാതാപിതാക്കന്മാരർപ്പിച്ച നന്ദിയാണെന്ന് നമ്മൾ മറന്നു പോകരുത്. അതുപോലെ പ്രിയമുള്ളവരെ, ആ ശിംശോൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇതുപോലെ എത്രയോ വിശുദ്ധന്മാരാണ് ഈ ലോകത്തിന് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ചിലപ്പോൾ ഒരുപക്ഷെ 2 കുട്ടികളുണ്ടായിട്ട് 3-ാമത്തേതൊന്ന് വേണ്ടെന്ന് വെച്ചപ്പോഴും ഉണ്ടായപ്പോൾ അതിനെ കഴുത്ത് ഞെരിച്ചു കൊന്നപ്പോഴും ഓർക്കുക, ഈ ലോകത്തിന് ഒരുപക്ഷെ ഒരു പ്രവാചകരെയോ ഒരു വിശുദ്ധനെയോ ആണ് നഷ്ടപ്പെട്ടത്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തെ നമുക്കൊന്ന് ആത്മശോധന ചെയ്യേണ്ട കാലഘട്ടമാണ്. ആത്മശോധന ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? പ്രിയമുള്ളവരെ, നാം ദൈവത്തിന് നന്ദി പറഞ്ഞാൽ അതിലൂടെ വിശുദ്ധിയുടെ വലിയ രക്ഷയുടെ വലിയൊരു ലോകം പുറത്തു വരും. അബ്രഹാം നന്ദി പറഞ്ഞപ്പോൾ വലിയൊരു ലോകമാണ് പുറത്തു വന്നത്. ഇതാ കൃപയുടെ ദൈവരാജ്യത്തിൻ്റെ ഒരു ലോകം സംസ്ഥാപിതമായി. ആ ദർശനമുണ്ടായി. അതുകൊണ്ട് 2017 ദർശനം രൂപപ്പെടുത്തേണ്ട വർഷമാണ്. ദർശനമുണ്ടാകണം. ഇങ്ങനെ കൈയടിച്ച് പാടിയും പാട്ടുപാടിയും സ്തുതിച്ചു ഇരുന്നിട്ടൊന്നും കാര്യമില്ല. പുതിയ ദർശനം ഉണ്ടാകണം. തീരുമാനമെടുക്കണം. പ്രിയമുള്ളവരെ, നമ്മളൊന്നും നമ്മുടെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ കാര്യമായ മാറ്റമൊന്നും വരുത്തുന്നില്ല. അടിസ്ഥാന സ്വഭാവം യാക്കോബിനെ നോക്കിക്കേ. പ്രിയമുള്ളവർ, യാക്കോബ് അതുപോലെ തന്നെ ഇതാ യാക്കോബിൻ്റെ യാത്രയിൽ കാര്യം കുരുത്തക്കേടും കാണിച്ചിട്ടാണ് യാക്കോബ് പോയത്. അപ്പനെ കളിപ്പിച്ചേച്ച് അനുഗ്രഹവും മേടിച്ചുകൊണ്ട് ഓടിയ പാർട്ടിയാണ് യാക്കോബ്. ആ യാത്രയിൽ പുള്ളി വളരെ പരിഭ്രമത്തിലായിരുന്നു. പക്ഷേ ആ യാത്രയിൽ ഒരു കാര്യം യാക്കോബിന് മനസ്സിലായി. കണ്ണടച്ച് കിടന്നുറങ്ങുമ്പോഴാണ് ദർശനം കണ്ടത്. യാക്കോബിനെ ദൈവം കാണിക്കാൻ ആഗ്രഹിച്ച ഒരു ലോകമുണ്ടായിരുന്നു. പക്ഷേ അവനതൊരിക്കലും കാണാൻ ആഗ്രഹിച്ചില്ല. അവൻ അതിനുവേണ്ടി കണ്ണടച്ചില്ല, ധ്യാനിച്ചില്ല, പ്രാർത്ഥിച്ചില്ല. അവൻ്റെ ഉള്ളിൽ മുഴുവനും ഇസഹാക്കിൻ്റെ അനുഗ്രഹം തട്ടിയെടുക്കുന്നതായിരുന്നു അന്ന് വരെ. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ നേരമില്ലല്ലോ. 24 മണിക്കൂറും ഇതാ നമ്മളിൽ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ടെൻഷനാണ്. മറ്റൊരുത്തനെ എങ്ങനെ കുഴിപ്പായിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പ്രാർത്ഥിക്കാനും നേരമില്ല, ധ്യാനിക്കാനും നേരമില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടമാണിത്. അപ്പോൾ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും പലപ്പോഴും നമുക്ക് നേരമില്ല. യാക്കോബിനൊരിക്കൽ ധ്യാനിക്കാനൊരവസരം കിട്ടി. ഒത്തിരി കുരുത്തക്കേട് കയ്യിലുള്ള യാക്കോബിന് ഒരു ദിവസം ഒരു അവസരം കിട്ടി. എപ്പോഴാണെന്നറിയോ? ഉറങ്ങിയപ്പോഴവസരം കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ ധ്യാനിക്കാൻ വരുന്നവരാരെങ്കിലും ഉറങ്ങിയാൽ പിന്നെ മിണ്ടുകയില്ലാത്തത്. കാരണം എന്താ? ചിലപ്പോൾ അന്നേരമായിരിക്കും ദർശനം വരുന്നത്. അങ്ങനെയെങ്കിലും ഒരു ദർശനം കണ്ടോട്ടെന്നോർത്താണ് പ്രിയമുള്ളവരെ ഞാൻ മിണ്ടാത്തത്. അപ്പോൾ പുള്ളി ഉറങ്ങിയപ്പം ഒരു ദർശനം. എന്തായിരുന്നു ദർശനം? മാലാഖമാർ ഒരു കോണി വെച്ച് യാക്കോബിൻ്റെ അടുത്തുനിന്ന് മേലോട്ട് പോകുന്നു, താഴോട്ട് വരുന്നു, മേലോട്ട് പോകുന്നു, താഴോട്ട് വരുന്നു. യാക്കോബ് ഈ ദർശനം കണ്ടിട്ട് ഇതെന്നാ സംഭവം എന്നറിയാൻ മേലാതിരിക്കുകയാണ്. ദർശനം കണ്ടുണർന്ന യാക്കോബ് പറഞ്ഞു, ഇത് ദൈവം വസിക്കുന്ന സ്ഥലമാണെന്ന് മനസ്സിലായി. എവിടാ ദൈവം വസിക്കുന്ന സ്ഥലം? ഞാൻ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഈ കുരുത്തക്കേടെല്ലാം കാണിച്ച് അപ്പനെ കളിപ്പിച്ച് അനുഗ്രഹം മേടിച്ച് ഏശാവ് വെട്ടാൻ നടക്കുന്നവനാ. അവൻ്റെ കൂടെയുമുണ്ട് ദൈവം. അവനെ തിരിച്ചറിഞ്ഞു. എന്നെയും ദൈവം പരിപാലിക്കുന്നുണ്ട്. പരിപാലിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഒന്നും വരില്ലായിരുന്നു. ഇസഹാക്കിൻ്റെ കൈ കൊണ്ട് തീർന്നു പോകുമായിരുന്നു. അതോർത്ത് യാക്കോബ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ഇവിടം ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ്. യാക്കോബ് ഒരു കല്ലെടുത്ത് വെച്ചിട്ട് അവിടെ ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് ആ സ്ഥലത്തിന് വിളിച്ച പേരാണ് ബഥേൽ. കണ്ടോ? അങ്ങനെയെങ്കിലും ഓർക്കുക,
എന്തെല്ലാം കുരുത്തക്കേട് കയ്യിലുണ്ടെങ്കിലും നമ്മുടെയൊക്കെ കൂടെ തമ്പുരാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു പറയും. നമ്മളോർക്കുന്ന നല്ല പുണ്യമുള്ളവനായതുകൊണ്ടാണ് തമ്പുരാൻ നമ്മളെ പറയും. അല്ല, ഒത്തിരി കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിലും തമ്പുരാൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. അത് തിരിച്ചറിഞ്ഞ അനുഭവങ്ങൾ കൊണ്ട് തിരിച്ചറിഞ്ഞ യാക്കോബ് അടിസ്ഥാന സ്വഭാവങ്ങളെ മാറ്റി അവസാനം ഇസഹാക്കിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അവൻ, പ്രിയമുള്ളവരെ, ജീവിതം ക്രമീകരിച്ചു. അടിസ്ഥാന സ്വഭാവം മാറ്റി. ഇതുപോലെ നമ്മുടെയൊക്കെ ചില അടിസ്ഥാന സ്വഭാവങ്ങളുണ്ടല്ലോ, എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? അടിസ്ഥാന സ്വഭാവങ്ങൾ വല്ലതും മാറിയിട്ടുണ്ടോ? പ്രിയമുള്ളവർ, നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്ത് നോക്കണം. പിടിവാശി ഉണ്ടായിരുന്ന പാർട്ടി അതേ പിടിവാശിയായിട്ടിരിക്കുക. ഞാൻ വെറുതെ ഇരുന്ന് ഇന്നലെ രാത്രി കുറേ നേരം ഉണർന്നിരുന്ന് ഞാൻ ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ചെറുപ്പത്തിൽ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്താണ്? ഒരു കാര്യത്തിൻ്റെ കയറി പിടിച്ചാൽ പിന്നെ പിടിവിടുന്ന പ്രശ്നമില്ല. അത് നന്മയായിട്ടും തിന്മയായിട്ടും മാറിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാര്യത്തെ പിടിച്ചാൽ പിന്നെ അത് പൂർത്തിയാക്കിയിട്ട് തീർക്കത്തുള്ളൂ. അത് ഒരു മേഖലയിൽ എൻ്റെ ജീവിതത്തിൽ പ്രയോജനപ്പെട്ടു. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ചില മേഖലകളിൽ ഈ പിടുത്തം എനിക്ക് ഒത്തിരി പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ചില നിലപാടുകളിലും ചില കാര്യങ്ങൾ ഞാൻ ഉറച്ചു നിന്നാൽ അത് എത്ര വർഷം കൊണ്ടാണേലും പൂർത്തീകരിച്ചെടുക്കും. ഞാൻ അത് പ്രാർത്ഥിച്ച് 10 വർഷം 20 വർഷം കൊണ്ട് അങ്ങനെ ഉണ്ടായതാണ്. പ്രിയമുള്ളവർ, ഈ ധ്യാനകേന്ദ്രമൊക്കെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം തമ്പുരാന് സമർപ്പിച്ച് ഒത്തിരി കാലം കൊണ്ടുണ്ട്. ചില കാര്യങ്ങളിൽ ഇത് ദോഷമായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ മനസ്സിലായി, അടിസ്ഥാന സ്വഭാവങ്ങളിലെ ചിലതൊക്കെ ചില കാലഘട്ടത്തിൽ മാറ്റേണ്ടതായിട്ടുണ്ട്. 2017 ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് ഞാൻ അന്നേരം ആഗ്രഹിച്ച് ധ്യാനിച്ചു. നിങ്ങളുടെ സ്വഭാവം വല്ലതും മാറിയിട്ടുണ്ടോ? പണ്ടുണ്ടായിരുന്ന പല അടിസ്ഥാന തിന്മകളും ഇന്നും മാറാതെ കിടക്കുക. നല്ലതൊക്കെ അവിടെ ഇരുന്നോട്ടെ, അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. പക്ഷേ അടിസ്ഥാന തിന്മകൾ, ചില മനുഷ്യരുണ്ട് മനസ്സിൽ പക വെച്ചാൽ ഒരുത്തനെ കൊണ്ടേ പോകത്തുള്ളൂ. അടിസ്ഥാന പക, ചില മനുഷ്യരുടെ പക, പ്രിയമുള്ളവർ, ഭയങ്കരമാണ്. ഈഗോ, അഹങ്കാരം എന്ന് ഇതിനൊക്കെ പറയുന്ന പേര്. ചില സ്വഭാവങ്ങളുണ്ട്. ചില അച്ചായന്മാരുടെ സ്വഭാവം കൊണ്ട് പിള്ളേർ ഗതികെട്ട് പോയിരിക്കുകയാണ്. ചില പിള്ളേരെയൊക്കെ ഇവിടെ കൊണ്ടുവരും, എന്നിട്ട് പറയും ഇവനെ നന്നാക്കി എടുക്കണം. ചോദിച്ച് പിടിച്ച് വരുമ്പോൾ, പ്രിയമുള്ളവർ, ആ കൊച്ചുങ്ങൾക്ക് ഒന്നും നന്നാകാനില്ല. പിന്നെ ആരെയാണ് നന്നാക്കേണ്ടത്? അപ്പനെയും അമ്മയാണ് നന്നാക്കി എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പ്രിയമുള്ളവർ, ചില ഈ അടുത്ത കാലത്ത് ഒരു അപ്പനും അമ്മയും കൂടെ ഒരു കൊച്ചിനെ കൊണ്ടുവന്നു. ഭയങ്കര സ്ട്രിക്റ്റാണ് അപ്പനും അമ്മയും. ഞാൻ അവസാനം പറഞ്ഞ്, നിങ്ങളിങ്ങനെ പിടിവാശി എടുക്കാതെ, ഒറ്റ കൊച്ചേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, അവനെ അവൻ്റെ വഴിക്കൊന്ന് വിടാവോ? അവൻ ഈ ഭൂമിയിൽ ആരെങ്കിലും ആകട്ടെ. ഉടനെ പറഞ്ഞു, ഞാൻ ഇത്രയൊക്കെ പഠിച്ചു, എൻ്റെ ഭാര്യ ഇത്രയൊക്കെ പഠിച്ച്, ഞങ്ങളെല്ലാം വിദ്യാഭ്യാസമുള്ളവരാണ്. ഇനി എൻ്റെ മോൻ അതിനേക്കാൾ വലുതായില്ലെങ്കിൽ എന്തു ചെയ്യും? അതുകൊണ്ട് ഞങ്ങൾ അവനെ രണ്ടുപേരും കൂടി നല്ല പരുവത്തിനാക്കും എന്ന് പറഞ്ഞിരുന്ന വെച്ചാൽ അവനിപ്പോൾ ശ്വാസം മുട്ടിട്ട് ചാകാറായിരിക്കുകയാണ്. പണ്ട് ഒരു മനുഷ്യൻ ഒരു കഴുതയ്ക്ക് തീറ്റി കൊടുക്കാൻ തുടങ്ങി. അവസാനം ഉപവാസ പ്രാർത്ഥനയായി. ഓരോ ദിവസവും ഈ കഴുതയ്ക്ക് ഇച്ചിരിച്ച് തീറ്റി കുറച്ച് കൊണ്ടുവരികയാണ്. അങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് അവസാനം, പ്രിയമുള്ളവരെ, കഴുത ചത്തുപോയി കഴിഞ്ഞപ്പോൾ കഴുതയുടെ ഉടമസ്ഥൻ കഴുതയെ നോക്കി പറഞ്ഞു, സത്യത്തിൽ എനിക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഒന്നും കഴിക്കാതെ ഈ കഴുത എങ്ങനെ ജീവിക്കുമെന്ന് ഞാൻ പഠിപ്പിക്കാമായിരുന്നു. ഇതുപോലാണ് നമ്മുടെ ചില മാതാപിതാക്കന്മാർ നമ്മുടെ കൊച്ചുങ്ങളെ പരിശീലിപ്പിക്കുന്നത്. കുളിപ്പിച്ച് ഇപ്പം കൊച്ചില്ലാതായിരിക്കുക. അതുകൊണ്ട് നമ്മൾ പേരൻസ് ചിന്തിക്കുക, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് 45 വയസ്സിലുള്ള സ്വഭാവം, നിങ്ങളുടെ 45 വയസ്സുള്ള പക്വത 17 വയസ്സുള്ള നിങ്ങളുടെ കൊച്ചിനുണ്ടാകണമെന്ന് പറഞ്ഞാൽ ഉണ്ടാവുമോ? 50 വയസ്സുള്ള അച്ചായ നോക്കിയിരിക്കുകയാണ്. ഞാൻ പട്ടാളത്തിലായിരുന്നു. ഞാൻ പണ്ട് 5 മണിയാകുമ്പോൾ ചാടി എഴുന്നേക്കുമായിരുന്നു. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഓട്ടം. അച്ചായൻ നോക്കുകയാണ്. മകൻ 5 മണിയാകുമ്പോൾ അലാറം വെച്ച് നോക്കിയിരിക്കും, വിളിക്കത്ത് പോലുമില്ല. എന്താണ്? അവൻ 5 മണിയായിട്ട് വെള്ളം കുടിച്ച് ചാടുന്നുണ്ടോ ഓടുന്നുണ്ടോ എന്ന്. അവൻ 5 മണിക്ക് അലാറം എടുത്തിട്ട് ഒരു ഇടി ഇടിക്കും. എന്നേച്ച് അവൻ തിരിഞ്ഞ് കിടന്നുറങ്ങും. കഴിഞ്ഞ ദിവസം ഞാനിവിടെ ധ്യാനത്തിന് വന്ന ഒരു പെങ്കൊച്ചിനെ കയ്യോടെ പിടിച്ചു കഴിഞ്ഞപ്പം അപ്പനും അമ്മേനോട് പറയുകയാണ്, സത്യത്തിൽ അവൾ 5 മണിക്ക് മദ്രാസിൽ എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റിട്ട് ഞങ്ങൾക്ക് ഫോൺ ചെയ്യും. അങ്ങനെ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചിട്ട് ഞങ്ങൾ അവളുകൂടെ കൂടി പ്രാർത്ഥിക്കുന്ന. ഞാൻ ഇവിടെ ധ്യാനത്തിന് ഇവിടെ ധ്യാനമൊക്കെ കൂടുന്ന പെണ്ണ് രാവിലെ എഴുന്നേക്കാത്തതുകൊണ്ട് ഞാൻ നല്ല വഴക്ക് പറഞ്ഞു.
ഞാൻ പറഞ്ഞു, നീ ഇവിടെ അനേകം പ്രാവശ്യം ധ്യാനം കൂടിയതാണ്, നീ ഇവൾക്കെല്ലാം മാതൃകയാകേണ്ടത്, അതുകൊണ്ട് മര്യാദയ്ക്ക് എഴുന്നേറ്റോണമെന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ പറഞ്ഞ ശേഷം പേരൻസിനോട് പറഞ്ഞ പറയാം, അവൾ ചെന്നൈയിൽ നിന്ന് ഞങ്ങളെ വിളിച്ചുണർത്തിയിട്ട് അവളും പ്രാർത്ഥിക്കും, ഞങ്ങളും പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു, ചെന്നൈയിൽ നിന്ന് നിങ്ങളെ വിളിച്ചുണർത്തിയച്ച് അവൾ കിടന്നുറങ്ങും, അതാ സംഭവം. കറക്റ്റ് ഫോൺ ചെയ്ത് വിളിച്ചെഴുന്നേൽപ്പിച്ചേച്ച് അവൾ കിടന്നുറങ്ങുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഈ വളർത്തി ഇതെല്ലാം എന്തായി തീർന്നിരിക്കുക. അതുകൊണ്ട് നമുക്ക് മാറാം. നമ്മുടെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ നമുക്ക് ചില മാറ്റങ്ങൾ വരുത്താം. അതുകൊണ്ട് ഈ വർഷത്തെ 2017 ആത്മനവീകരണത്തിൻ്റെ വർഷമായി നമ്മൾ കാണണം. ആത്മനവീകരണത്തിൻ്റെ അടിക്കടി കുമ്പസാരിക്കുക, ജീവിതം ക്രമീകരിക്കുക, പള്ളി വന്നിരുന്ന് പ്രാർത്ഥിക്കുക, അതുപോലെ ബൈബിൾ വായിക്കുക. ഒരു വർഷത്തേനും ബൈബിൾ വായിച്ച് പൂർത്തിയാക്കി. ഇന്നൊരു തീരുമാനം എടുക്കണം നിങ്ങൾ. ഈ വേദപുസ്തകം 2017 വായിച്ച് 18ാമത്തെ വർഷമാകുമ്പോൾ മുഴുവൻ വായിച്ച് അടയാളപ്പെടുത്തി, അത്യാവശ്യമുള്ള പ്രധാനപ്പെട്ട വചനങ്ങളൊക്കെ അടയാളപ്പെടുത്തി പൂർത്തിയാക്കണം. മക്കളെ നന്നാക്കുന്ന പരിപാടിയെല്ലാം വിട്. നിങ്ങൾ നന്നാകുന്നതോടുകൂടി നിങ്ങളുടെ പിള്ളേർ വിശുദ്ധരായിക്കോളും. അവരെ നോക്കുക വേണ്ട. അവർ 5 മണിക്കോ 10 മണിക്കോ എഴുന്നേക്കട്ടെ, അവരെ വിട് നിങ്ങൾ. അതോടുകൂടി നിങ്ങളുടെ പകുതി ടെൻഷൻ തീരും, ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കുറയും. ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഓർത്ത് വേദനിച്ച് അവസാനം നിങ്ങൾ അറ്റാക്ക് വന്ന് തട്ടിപ്പോകും അകാലത്തിൽ. അതുകൊണ്ട് മക്കളെ അവരുടെ വഴിക്ക് വിട്. അവരെ അമിതമായി നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പ്രേരിപ്പിക്കേണ്ട. 45 വയസ്സുള്ള നിങ്ങളുടെ പക്വത ഇതാ 16 വയസ്സുള്ള നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ കിട്ടാനാണ്? അവർ 45 വയസ്സാകുമ്പോൾ ആ പക്വതയിലെത്തും. ഞാൻ ചിലർക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് വന്നൊരു ഫാദറിനും മദറിനും പറഞ്ഞു കൊടുത്തു. എനിക്ക് ഒരു ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചറിൻ്റെ പേര് മറിയം എന്നാണ്. മറിയം ടീച്ചർ. മറിയം ടീച്ചർ ക്ലാസ്സിൽ വന്ന് ഭയങ്കര വയലൻ്റാണ്. പുള്ളിക്കാരത്തി പഠിച്ചില്ലെങ്കിൽ കരയും, പുസ്തകം വലിച്ചെറിയും, അതുപോലെ മേശക്കിട്ടിടിക്കും, ചങ്കിനിട്ട് അലയ്ക്കും. ഇതൊക്കെ പരിപാടിയാണ്. ഞങ്ങൾ പലപ്പോഴും ക്ലാസ്സിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, ഈ സാധനത്തിന് വേറെ പണിയൊന്നുമില്ലേ? ഈ നെഞ്ചിനിട്ട് അലച്ചില്ലെങ്കിൽ ശമ്പളം കിട്ടത്തില്ലേ? ഗവൺമെൻറ് ശമ്പളം കിട്ടാൻ നെഞ്ചിനിട്ട് അലക്കേണ്ട കാര്യമുണ്ട്, അത് കറക്റ്റായിട്ട് കിട്ടത്തില്ലേ? ഇത് ഞങ്ങളുടെ മാർക്കനുസരിച്ച് വല്ല കമ്മീഷനുണ്ടോ ഈ പുള്ളിക്കാരത്തിക്ക് എന്നൊക്കെ ഞങ്ങൾ ചോദിക്കുമായിരുന്നു. ചിലപ്പോഴൊക്കെ പുസ്തകം എറിഞ്ഞേച്ച് പുള്ളിക്കാരത്തി ഓഫീസിൽ പോയി പടങ്ങിയിരിക്കും. ഞാനന്നേരം മനസ്സിലിങ്ങനെ ഓർക്കാറുണ്ട്, അന്ന് ആ സമയം മതി പഠിപ്പിക്കാൻ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത പുള്ളിക്കാരത്തിയുടെ ഈ ഇമോഷണൽ ഫീലിംഗ് എന്താണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലായില്ല, വേറെ പലർക്കും മനസ്സിലായില്ല. പ്രിയമുള്ളവർ, 10, 25, 30, 35 വർഷത്തിന് ശേഷം, എനിക്ക് തോന്നുന്നു ഒരു 10-30 വർഷം കഴിഞ്ഞ് എനിക്ക് 45 വയസ്സായി. പ്രിയമുള്ളവരെ, ഞാൻ ഒരു ദിവസം ഇവിടുന്ന് എറണാകുളം സൈഡിലേക്ക് പോകുന്നത് ഇവിടുത്തെ സകല പിള്ളേരെ എടുത്തിട്ട് ചാടിച്ചാണ് പോകുന്നത്. ഞാൻ എല്ലാത്തിനോടും വഴക്ക് പറഞ്ഞിട്ട് അവസാനം എനിക്ക് തന്നെ ടെൻഷനായി. പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ മനപ്രയാസം ഓർത്തു, എന്തോരം പറഞ്ഞിട്ടും യവന്മാരൊന്നും കൊണാകുന്നില്ലല്ലോ എന്നോർത്ത് മനപ്രയാസപ്പെട്ട്, എൻ്റെ ആത്മാർത്ഥത ഇവന്മാർ മനസ്സിലാക്കുന്നില്ലല്ലോ, ഇവന്മാരൊന്നും നന്നായാലെന്നെ എന്നൊക്കെ ചിന്തിച്ച് ഞാനിങ്ങനെ കാറേ പോകുമ്പോഴാണ് മറിയാമ്മ ടീച്ചറിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്. പ്രിയമുള്ളവരെ, മറിയാമ്മ ടീച്ചർ നെഞ്ചത്തലച്ചതും ബുക്ക് എറിഞ്ഞതുമൊക്കെ ഓർത്തപ്പം എനിക്ക് കണ്ണുനീര് വന്നു. ഇവന്മാരെക്കുറിച്ചൊന്നും ഓർത്തല്ല എനിക്ക് കണ്ണുനീര് വന്നു. ആരെക്കുറിച്ചാണെന്നറിയുമോ? ഇതാ നമ്മൾ പഠിക്കേണ്ടതുപോലെ പഠിക്കാത്തത് കൊണ്ട് ബുക്കെറിഞ്ഞ മറിയാമ്മ ടീച്ചറിൻ്റെ ആത്മാർത്ഥമായ ഏറിനെക്കുറിച്ച് ഓർത്താണ് കരഞ്ഞത്. അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രിയമുള്ളവരെ, ശമ്പളം കിട്ടാൻ ബുക്കെറിയേണ്ട കാര്യമില്ല, നെഞ്ചത്തലക്കേണ്ട കാര്യമില്ല, കരയേണ്ട കാര്യവുമില്ല, വയലൻ്റ് ആകേണ്ട കാര്യമില്ല. അതുപോലെ നമ്മുടെ അടുത്ത് വന്ന് ആമ്പിള്ളാരുടെ കയ്യെ പിടിച്ച് കിഴുക്കി ശാപം മേടിക്കേണ്ട കാര്യവുമില്ല. പുറത്തോട്ടിറങ്ങിച്ച് പറയും, മറിയാമ്മ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഈ കിഴിച്ചു കഴിഞ്ഞാൽ കിഴിയുടെ ഒരു ഭാഗം ഇങ്ങ് പോരുക, ചുമന്നിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളെല്ലാം പുറത്തിറങ്ങി എന്ന് വെച്ച് മറിയാമ്മയ്ക്ക് വേണ്ടി പാട്ട് ചമച്ചുകൊണ്ട് പുറത്ത് ക്ലാസ്സിൽ നിന്നുകൊണ്ട് എല്ലാവരുടെ കൂടി മറിയാമ്മയുടെ ഞുള്ളിനെതിരായിട്ടുള്ള പാട്ടുകളൊക്കെ ഞങ്ങൾ പാടും, എന്നിട്ട് ഓടി രക്ഷപ്പെടും. പക്ഷേ പ്രിയമുള്ളവരെ, ഈ യാത്രയിൽ 40-45 വയസ്സായപ്പോഴാണ് മറിയാമ്മ ടീച്ചറിൻ്റെ ആത്മാർത്ഥത മനസ്സിലാക്കി എൻ്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീര് വന്നു. പിറ്റേ ഞായറാഴ്ച ഞാൻ മറിയാമ്മ ടീച്ചറിനെ കുറിച്ച് പ്രസംഗിച്ചത് എങ്ങനെയോ മറിയാമ്മ ടീച്ചർ മാവേലിക്കര ഇരുന്നുകൊണ്ടറിഞ്ഞ് അന്നേരം ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ നമ്പർ എവിടുന്നോ കണ്ടുപിടിച്ച് ഫോണിൽ വിളിച്ച് എന്നെ ബന്ധപ്പെട്ട് ഞാൻ മറിയാമ്മ ടീച്ചറിനെ തിരിച്ചു വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എന്നെ മറന്നില്ലല്ലേ?
ഞാൻ പറഞ്ഞില്ല. മാത്രമല്ല നെഞ്ചത്തലയ്ക്കുന്നതും മറന്നിട്ടില്ല, ബുക്ക് എറിയുന്നതും മറന്നിട്ടില്ല. അതിനെന്നോട് ചോദിച്ചു, വലിയ ആളായല്ലേ, മാവേലിക്കര വരെ കഴിയുമ്പോൾ വീട്ടിൽ കയറണം. എന്നിട്ട് പറഞ്ഞ്, ഞാനും ഒരച്ഛൻ്റെ മകളാണ്, ഞാനൊരച്ഛൻ്റെ മകളാണ്, ഒരു മർത്തോമാ സഭയിലെ ആ അച്ഛൻ്റെ മകളാണ്. പ്രിയമുള്ളവരെ, ഞാൻ അന്ന് ഞെട്ടി. കാരണം പ്രിയമുള്ളവരെ, തൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് പിന്നിൽ ഇതാ ആ സ്ത്രീ ഒരു വൈദികൻ്റെ കരങ്ങളിൽ നിന്ന് പഠിച്ചെടുത്ത ആത്മാർത്ഥതയുണ്ട്. ഉണ്ടോ? ജനത്തെ ആത്മാർത്ഥമായി സേവിച്ച് ശുശ്രൂഷിച്ച ഒരു പുരോഹിതനിൽ നിന്ന് കണ്ടുപഠിച്ച ആത്മാർത്ഥതയാണ് പ്രിയമുള്ളവർ മറിയാമ്മ ടീച്ചർ സ്കൂളിലെ ക്ലാസ്സിൽ പ്രകടിപ്പിച്ചത്. അത് മനസ്സിലാക്കാനും എൻ്റെ അക്കൗണ്ട് ബുക്കിൽ വരവ് വെക്കാനും കാലം ഒത്തിരി എടുത്തെങ്കിലും പ്രിയമുള്ളവരെ, അത് മറക്കാൻ എന്നെ കൊണ്ടായില്ല. ഞാൻ അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് പുതിയ വർഷത്തിൽ നമ്മുടെയൊക്കെ ആത്മാവിൻ്റെ നവീകരണത്തിന് വേണ്ടി, ആത്മനവീകരണത്തിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റാം, നമ്മുടെ സ്വഭാവ വൈകല്യങ്ങളെ നമുക്ക് മാറ്റാം, കുട്ടികളോടുള്ള ബിഹേവിയറിൽ നമുക്ക് മാറ്റം വരുത്താം, സഹോദരങ്ങളോടുള്ള ബിഹേവിയറിൽ മാറ്റം വരുത്താം, അതുപോലെ അയൽക്കാരോടുള്ള ബിഹേവിയറിൽ നമുക്ക് മാറ്റം വരുത്താം. അടിസ്ഥാന സ്വഭാവങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഈ വർഷം ഒരു വിശുദ്ധീകരണത്തിൻ്റെ വർഷമായി നമുക്ക് കാണാം. കുമ്പസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ കുമ്പസാരിക്കുക, വിശുദ്ധ കുർബാനയ്ക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ വിശുദ്ധ കുർബാന അനുഭവിക്കുക. പള്ളിയിൽ വന്ന് ശാന്തമായി വിശുദ്ധ കുർബാനയിലേക്ക് നോക്കി, അല്ലെങ്കിൽ ത്രോണോസിലേക്ക് നോക്കിയിരിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിക്കുക. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അതിലൊരു സമയം യേശുവിന് വേണ്ടി മാറ്റിവെക്കുക. അതോടൊപ്പം ഇതാ ചെറിയവനെ പരിപാലിക്കാൻ വേണ്ടി നമുക്കറിയാം, രോഗികളെ നമ്മുടെ ദർശനങ്ങൾ ഇവിടെ കണ്ടു. നിങ്ങൾ സുവിശേഷീകരണം, മിഷൻ ശുശ്രൂഷ, അതോടൊപ്പം പാവങ്ങൾക്ക് വേണ്ടി നമ്മളൊരു സ്ഥാപനമുണ്ടാക്കിയത് ഈ വർഷം ആരംഭിച്ച് അവിടെ രോഗികളെ ശുശ്രൂഷിച്ച് നമ്മൾ തുടങ്ങും. നിങ്ങളും അതിൻ്റെ പങ്കാളികളാകാൻ നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ദർശനങ്ങൾ വളർത്തിയെടുക്കാനായിട്ട് ഒന്ന് പരിശ്രമിക്കാം. അതിനായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് അബ്രഹാമിനെ പോലെ, ശിംശോനെ നൽകിയ മനോവായെ പോലെ, അതുപോലെ സാമുവേലിനെ നൽകിയ ഹന്നായെ പോലെ, യോഹന്നാൻ സ്നാപകന് ദൈവത്തിന് കൊടുത്ത എലിസബത്തിനെ പോലെ, അപ്പോസ്തലന്മാർ യേശുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ആ ദൗത്യം ഏറ്റെടുത്തതുപോലെ മരിക്കുന്നത് വരെ ആ ദൗത്യം നെഞ്ചിലേറ്റിയ അപ്പോസ്തലന്മാർ, നമ്മുടെ പിതാക്കന്മാരെ ഓർക്കാം. ഇതാ അപ്പോസ്തലന്മാർ നൽകിയത്, യേശു നൽകിയത്, ആ സ്നേഹം നെഞ്ചിലേറ്റാൻ വേണ്ടി കയ്യിലെടുത്ത് കൊടുത്തത് ജീവിതമാണ്. എത്ര പിതാക്കന്മാർ! ഈ കാലഘട്ടം എന്നെ നോക്കി ചോദിക്കുകയാണ്, നീ നന്ദിയുള്ളവനാണെങ്കിൽ ക്രിസ്തുവിന് ജീവിതം കൊടുത്ത് നന്ദി പറ. നിൻ്റെ മക്കളെ ഇതാ ഒരു കാസ പോലെ ഉയർത്തിപ്പിടിച്ച് നീ നന്ദി പറ. നിൻ്റെ കുഞ്ഞുങ്ങൾ എന്തെല്ലാം കുറവുകളുള്ളവരായിക്കൊള്ളു, വൈകല്യങ്ങളുള്ളായിക്കൊള്ളു, ഉയർത്തിപ്പിടിച്ച് നന്ദി പറ. അവരെ കർത്താവിന് കൊടുക്ക്. കർത്താവേ, എൻ്റെ കുഞ്ഞിന് വൈകല്യങ്ങളുണ്ട്, കുറവുകളുണ്ട്, പഠിക്കാൻ പറ്റുന്നില്ല, ഇതാ നീ നിനക്കിരിക്കട്ടെ. ഒന്ന് കൊടുത്തു നോക്കിക്കേ, കർത്താവിനൊന്ന് കൊടുത്തു നോക്കിക്കേ. അവരെ ദൈവം ഇതാ നമ്മളെക്കാൾ സുരക്ഷിതമായ കരമാണ് ദൈവത്തിൻ്റേത്. അവൻ ഉയർത്തും. നമുക്കൊന്ന് നന്ദി പറയാം.